ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കറി എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന റഹു മീനാണ്. അപ്പോൾ നമ്മൾ ഇനി മുമ്പേയൊക്കെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ വഴറ്റിയിട്ടാണ്. പക്ഷേ ഇന്ന് ഞാൻ വെക്കുന്നതെന്ന് വെച്ചാൽ ഒരു കഷ്ണം തക്കാളി എടുത്തിട്ടുള്ളേ. കഷ്ണം തക്കാളി, പച്ചമുളക് അതൊക്കെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം കേട്ടോ. പച്ചമുളക് വേണമെങ്കിൽ 1, 2, 3 എടുക്കാം. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് വഴറ്റി തേങ്ങയൊക്കെ അരച്ചിട്ടാണ് കേട്ടോ. പക്ഷേ അടിപൊളിയാണ്. നാട്ടിലൊക്കെ മീൻകറി നമ്മുടെ അയിലയൊക്കെ വെക്കുന്ന ആ ഒരു രീതിക്കാണ് ഇന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഒരു ചെറിയൊരു ചീനയല്ല ഒരു കടായി വെക്കുന്നുണ്ട് കേട്ടോ. അതിൽ നമുക്കൊന്ന് പൊടികളൊക്കെ ഒന്ന് വറുത്തിട്ടിടാം. അപ്പോൾ 1 സ്പൂണ് മല്ലിപ്പൊടി മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അധികം മസാലയുടെ ആവശ്യമില്ല. കാശ്മീരിയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചധികം ഇട്ട് കൊടുക്കാം. ഇതെന്ന് വെച്ചാൽ എൻ്റെത് കാശ്മീരി അല്ല, ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ അത് ഞാനൊരു 1/2 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവാണ്. നമ്മൾ പച്ചമുളകിന് നല്ല എരിവാണ്. അതുകൊണ്ടാണ് പച്ചമുളകിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കുറച്ചതിന്. എരിവ് നല്ല അത്യാവശ്യം ആവശ്യമുള്ളവർ ഇച്ചിരിയും കൂടെ ഇടുക. ഇനി ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ചൂടാക്കി കൊടുക്കാം. കരിയാൻ പാടില്ലേ. ചെറിയ അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളിയിലോട്ടൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ചിലവർ തേങ്ങയൊക്കെ അരക്കുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഇട്ട് അരക്കാറുണ്ട്. പക്ഷേ ആ ഒരു ടേസ്റ്റ് വേറെ, ഇങ്ങനെ വറുത്തിടുമ്പോഴും കിട്ടുന്ന ടേസ്റ്റ് ഒന്ന് വേറെയാണ് കേട്ടോ. നമ്മളിനിയിപ്പോൾ മല്ലിയൊക്കെ ചിലവർ വറുത്തിട്ടായിരിക്കും കുപ്പിയിലൊക്കെ ഒന്ന് നിറച്ച് വെക്കുന്നത്. അങ്ങനെയുള്ളവർക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഞാനിത് അടുപ്പത്തൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ പൊടിയൊന്നും കരിയാൻ പാടില്ല. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട വെള്ളം ഞാൻ ആറിയ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നോർമൽ വാട്ടറും ചേർത്ത് കൊടുക്കാം. അപ്പം അതിനെ ഒഴിച്ചിട്ട് ആ ഒരു മസാലയൊക്കെ ഒന്ന് മിക്സാക്കിയിട്ടാണ്. ഇച്ചിരിയേ വേണ്ടു കേട്ടോ, ഇച്ചിരി ഒഴിച്ചു കൊടുത്താൽ മതി. അതൊന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് പുളിയും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതും ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഒഴിക്കാം. അപ്പോൾ മീൻ കാണിച്ചില്ലല്ലോ, ഇതാണ് കേട്ടോ മീൻ റഹു. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വെച്ചതാണ്. കുറച്ച് പീസ് ഞാനങ്ങ് പൊരിക്കാൻ എടുത്ത് വെച്ചേ. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യം നോക്കിയിട്ട് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടുന്നവർക്ക് ഉള്ളി ഇടാം കേട്ടോ. ഉള്ളി ഞാൻ ഇതിൽ സാധാരണയായിട്ട് ഇടാറില്ല. ഇനിയിപ്പോൾ ഇതൊന്ന് പൊത്തി വെച്ചിട്ട് കുറച്ച് തിളപ്പിക്കും. തിളച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ തേങ്ങയും ജീരകവും മാത്രമേ അരക്കത്തുള്ളൂ. അതും കൂടെ അരച്ച അരപ്പൊന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും. പുളി ഞാൻ കുറച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇച്ചിരി വേണ്ടു, നമ്മളൊരു നെല്ലിക്ക അല്പത്തിലുള്ള പുളി മാത്രം മതി. പിന്നെ ഇതാ ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ടാണ് നമ്മൾ അരക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ച് ജീരകവും എടുത്തു. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ അരപ്പും കൂടി ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവൂ. അരപ്പിന് മഞ്ഞൾ പിടിക്കണമല്ലോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അരച്ച അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതും ഒന്ന് വെന്ത് വന്നു കേട്ടോ നമ്മുടെ തക്കാളി. അപ്പോൾ അതിലോട്ട് അരച്ച അരപ്പൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കാരണം അത് കുറച്ച് നല്ലോണം ആയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കുറുക്കി എടുത്താൽ മതി. കാരണം മീൻകറി എന്ന് പറയുമ്പോൾ ഇച്ചിരി നമ്മൾ ചാറ് വേണമല്ലോ. ഞങ്ങൾക്കൊക്കെ ഇവിടെ മെയിനായിട്ട് ചാറാണ് ആവശ്യം. കഷ്ണമൊന്നും അധികം കഴിക്കത്തേ ഇല്ല പിള്ളേരായാലും. ഈ സമയത്ത് തന്നെ ഞാൻ പുളിയും ഒന്ന് പിഴിഞ്ഞിട്ടൊഴിക്കുന്നുണ്ട്. മീനും ഇടാനായി. പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്ക് മീനൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ പുളി ഇങ്ങനെ ഞെരടി പിഴിഞ്ഞിട്ട് പുളി അങ്ങ് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പുളി വേണമെങ്കിൽ ഒന്ന് കഴുകിയിട്ടായിരിക്കണം, നമ്മൾ വാങ്ങുന്ന പുളിയൊക്കെ കഴുകിയിട്ടായിരിക്കണം കേട്ടോ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ മീനും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതെന്ന് വെച്ചാൽ അധികം കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ആരും അധികം കഷ്ണം മീനിൻ്റേത് അങ്ങനെ കഴിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൊരിക്കാൻ പറ്റാത്ത ഒരു ഭാഗങ്ങളൊക്കെയാണ് കൂടുതൽ. പിന്നെ ഇതാ നമ്മുടെ തലയുടെയൊക്കെ ഒരു പീസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മീൻ ഇളക്കാൻ പാടില്ല, കാരണം മീനൊന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതിപ്പോൾ വേവുന്നതിന് മുമ്പേ നമുക്കൊന്ന് ഇളക്കിയിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കാം. അരപ്പ് എന്തായാലും ഇതിന് പിടിക്കും.
വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശരിപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, നമുക്കിത് ധാരാളം മതി. ഇനി വേണമെങ്കിൽ കാശ്മീരി ചില്ലിയൊക്കെ ഇച്ചിരി കളറിനൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അടപ്പൊന്ന് പൊത്തി വെച്ചിട്ട് വേവിക്കാം. പക്ഷെ നോക്കണം കേട്ടോ, ഇത് പതച്ച് മറിഞ്ഞ് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോയി എന്നാണ് കേട്ടോ അർത്ഥം. പിന്നെ അതിൻ്റെ നല്ല സത്തുക്കളൊക്കെ പുറത്ത് പോയി, പിന്നെ നമുക്ക് കറിക്ക് വലിയ രുചിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പരമാവധി നമ്മൾ ഇതുപോലെയുള്ള കറികളൊക്കെ വെക്കുമ്പോൾ ഒന്ന് അടുത്ത് നിന്ന് നോക്കുന്നത് നന്നായി. നമ്മുടെ മീനൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് നമുക്ക് ഒന്ന് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. പിന്നെ അധികം ഇളക്കി കഴിഞ്ഞാൽ മീൻ മുള്ളും എല്ലാം വേറെ വേറെ സൈഡിലാവും. ഈ ഒരു സമയത്ത് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ പ്രധാനമായിട്ടുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വറുത്തിടുവാണ്. വറുത്ത് കടുകല്ല കേട്ടോ വറുത്തിടുന്നത്, കൊച്ചുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൊച്ചുള്ളിയാണ് നമ്മൾ എണ്ണയിൽ ഒരു 3 കൊച്ചുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണയിൽ നന്നായിട്ട് പൊരിച്ചിട്ടിടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ കറിയുടെ കളർ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് കേട്ടോ. അധികം മഞ്ഞ കളറും ഉണ്ടാവില്ല, അധികം റെഡ് കളറും ഉണ്ടാവില്ല. നമ്മൾ മല്ലിയും പുളിയും ഇതൊക്കെ ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളർ കേട്ടോ. അപ്പോൾ ഇതാണ് ഒറിജിനൽ പെർഫെക്റ്റ്. ഇത് നാട്ടിൽ നമ്മൾ അയിലയൊക്കെ ഇങ്ങനെ വെക്കുക. എപ്പോഴും ഒരു രീതിക്ക് വെച്ച് മടുത്തവരാണെങ്കിൽ ഇതൊന്ന് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. കറി റെഡിയായി. ഇനി ഇതിലോട്ടൊന്ന് കൊച്ചുള്ളി ഒന്ന് വഴറ്റിയിടാം. കൊച്ചുള്ളി അല്ലെങ്കിൽ നമുക്ക് വലിയ ഉള്ളി ആയാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് കൊച്ചുള്ളി ഉള്ളതുകൊണ്ട് ഞാനതിടുന്നു. അല്ലെങ്കിൽ വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് പൊരിച്ചിട്ട് ഇട്ടാൽ മതി. പിന്നെ ഉള്ളി വറുത്തിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ വെളിച്ചെണ്ണയിലാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. ഇനി അതില്ലാത്തവർക്ക് റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റിൽ എണ്ണയുടെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കത്തില്ല, കുഴപ്പമൊന്നുമില്ല. ഉള്ളി നമുക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ചെറുതായിട്ട് അരിയണം, തിന്നായിട്ട്, എന്നാൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് മൊരിഞ്ഞ് വരത്തുള്ളൂ. കൊച്ചുള്ളിയൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് ഒരു നടുവേ ഇങ്ങനെ അരിഞ്ഞാൽ മതിയല്ലോ. സവാളയൊക്കെ ആണെങ്കിൽ ഇച്ചിരി തിന്നായിട്ട് അരിയാൻ ബുദ്ധിമുട്ടുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് മുളകും പൊട്ടിക്കാം. വറ്റൽ മുളകും കൂടി പൊട്ടിച്ചിട്ട് ഒഴിക്കാം. കറിവേപ്പിലയും ഇതിൻ്റെ കൂടെ ഒഴിക്കാം. പക്ഷെ എനിക്ക് മീനിൽ കറിവേപ്പില ഇടുന്നതേ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഉള്ളത് കൊണ്ട് 2 എണ്ണം പറക്കി ഇട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞാനൊരു മീൻ കറിയിൽ കറിവേപ്പില ഇടാറില്ല, എനിക്കിഷ്ടമല്ല. അതുപോലെ മീൻ കറിയിൽ ഞാൻ കടുകൊന്നും പൊട്ടിക്കാറില്ല കേട്ടോ, എനിക്കിഷ്ടമല്ലാത്തൊരു സംഭവമാണ്. ബാക്കി എല്ലാ കറിയിലും എനിക്ക് കടുക് വേണേ. പക്ഷെ എന്താണെന്നറിയത്തില്ല, മീൻ കറിയിലൊന്നും ഞാൻ കടുക് പൊട്ടിക്കാറില്ല. ചിലവരൊക്കെ പൊട്ടിക്ക് നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് മൊരിഞ്ഞു വന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അധികം മൊരിയാൻ നിൽക്കേണ്ട, കരിഞ്ഞു പോവേ. നല്ലൊരു മണമാണ് കേട്ടോ. ഇച്ചിരി നീര് ഒഴിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് തന്നെ കുറച്ച് ഒഴിച്ചിട്ട് ഇതങ്ങ് പൊത്തിയേക്കാം. ആവശ്യത്തിന് മാത്രം എടുത്താൽ കേട്ടോ. നല്ലൊരു അടിപൊളി മീൻ കറി ഇന്ന് റെഡി ആയിട്ടുണ്ട്. രഘു എന്നാണ് കേട്ടോ ഈ മീനിൻ്റെ പേര്. ഇവിടെയൊക്കെ കിട്ടുന്ന പുഴമീൻ പോലുള്ള മീനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി മീൻ കറിയാണ് കേട്ടോ. ദോശയുടെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.